വയനാട്ടിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അവർ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൊതുവേദിയിലേക്ക് മടങ്ങി വരാം ഈ ദൃശ്യങ്ങൾക്ക് ശേഷം. അനീഷ, ഇപ്പോഴെന്താണ് നാട്ടുകാർ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം? ഈ കടുവയെ വെടിവെച്ച് കൊന്നിട്ട് പിരിയാവൂ എന്നാണോ? അനീഷ, നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഈ പ്രതിഷേധത്തിന് ഇപ്പോഴത്തെ പ്രധാന ആവശ്യം എന്താണ്? കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ളത് തന്നെയല്ലേ? ഞങ്ങളുടെ പ്രതിനിധി അനീഷ് അവിടെ ഉണ്ട്. ഈ തിരക്കിനിടയിൽ വലിയ ബഹളമൊക്കെ നടക്കുകയാണ്. അവിടെ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പ് ഉപരോധിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്നു ഭക്ഷിച്ച കടുവയെ വെടിവെച്ച് കൊല്ലണം ഉടൻ തന്നെ, അതിനെ കൂടുവെച്ച് പിടിക്കുക. പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിയായ കടുവയെ പിടിക്കാത്തതിന് നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് യോഗത്തിനെത്താമെന്ന് അറിയിച്ച കളക്ടർ 4 മണിയായിട്ടും എത്തിയില്ല. ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് തള്ളിക്കയറാൻ നാട്ടുകാരുടെ ശ്രമം ഈ സമയത്ത് ഉണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കളക്ടർക്കെതിരെ കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെ രാവിലെ ഒരു സ്ത്രീയെ കടുവ കൊന്നു ഭക്ഷിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം മന്ത്രിക്കൊപ്പം മാത്രമാണ് കളക്ടർ ആ സ്ഥലത്ത് എത്തിയത്. അതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. മന്ത്രി OR കേളു ഇടപെട്ടാണ് അവസാനം പ്രതിഷേധം തണുപ്പിച്ചത്. ഇന്നും കളക്ടർ 3 മണിക്ക് യോഗത്തിനെത്താമെന്ന് പറഞ്ഞ കളക്ടർ 4 മണിയായിട്ടും എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ. അനീഷയെ കേൾക്കാമോ? ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജില്ലാ കളക്ടർ രാവിലെ പ്രതിഷേധിച്ച നാട്ടുകാരുമായി ചർച്ച നടത്താനായി ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ 4 മണിയായിട്ടും കളക്ടർ എത്താത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രകോപിതരായിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തകുന്ന മുറിക്ക് പിൻവശം മുറിക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന നാട്ടുകാരെ നമുക്ക് കാണാം. ഉദ്യോഗസ്ഥരുമായി വ്യവസ്ഥ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികമാണ് കളക്ടർക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് തുടരുന്നത്. രാവിലെയാണ് ഈ രാധയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പ്രതിഷേധവുമായി വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിനടുത്തേക്ക് നാട്ടുകാർ എത്തിയത്. അതിനുശേഷം അവിടെ 100-ലധികം ആളുകൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചെങ്കിലും പിന്നീട് പുരുഷന്മാർ സ്ഥലത്തു നിന്നും മാറുകയും സ്ത്രീകൾ മാത്രം, ആദിവാസികൾ അടക്കമുള്ളവർ മാത്രം ബേസ് ക്യാമ്പിന്റെ ഈ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന റൂമിന്റെ മുൻവശത്ത് പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് കളക്ടർ സ്ഥലത്തെത്തി ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താമെന്ന് അറിയിച്ചത്. എന്നാൽ ഈ ഇത്തരത്തിൽ ഒരു ആളുകൾ വളരെ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുമെങ്കിലും ഉച്ചഭക്ഷണം പോലും കഴിക്കാതിരുന്നവർക്ക് പിന്നീട് ഈ ക്യാമ്പിന്റെ വളപ്പിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് വിതരണം ചെയ്യുകയും ചെയ്തത്. എന്നാൽ അരുൺചന്ദ്രയെ പോലുള്ള ഈ സർക്കാർ അടക്കമുള്ള ആളുകൾ എത്തിയെങ്കിലും കളക്ടർ എത്തുകയോ നാട്ടുകാരുമായി ചർച്ച നടത്തുവാനോ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയിരിക്കുന്നത്. എന്തായാലും കടുവയെ വെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കളക്ടറുടെ പക്കൽ നിന്നും കൃത്യമായൊരു ഉറപ്പ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്.